കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ വിഷയങ്ങൾ തന്നെയാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അച്ഛൻ ത്രിത്വത്തിൻ്റെ രഹസ്യം എപ്രകാരമാണ് വെളിപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരുന്നു. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായതിനാൽ ചോദിച്ചിരുന്നു. അന്ന് സമയക്കുറവായതിനാൽ നമ്മൾ ആ വിഷയത്തെ അന്ന് അവിടെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് വീണ്ടും ആ ക്ലാസ് നമുക്ക് വേണ്ടി എടുത്ത് നമ്മുടെ കൂടുതൽ സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ സംശയങ്ങളും നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ചെമ്മന്തൊട്ടി സെൻറ്റ് ജോർജ് സൺഡേ സ്കൂളിലെയും നടുവിൽ സെൻറ്റ് മേരി സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ വിഷയത്തെ ഒന്നുകൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യും. ശാലോമിൻ്റെ പുതിയ പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവരുടെയും കൂടി അറിവിലേക്കാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന സത്യങ്ങളെ സംക്ഷിപ്തമായി പറയാനാണ് ഈ വേദി ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ത്രിത്വം ദൈവം ഏകനാണ് എങ്കിലും ദൈവം ഏകാന്തനല്ല. കാരണം ഏകത്വവും ഏകാന്തതയും വ്യത്യസ്തങ്ങളാണ്. ഏകത്വം അത് കൂട്ടായ്മയെ സൂചിപ്പിക്കുമ്പോൾ ഏകാന്തത വൈയക്തികതയെ, ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കുന്നു. ദൈവം ഒറ്റപ്പെട്ടവനല്ല, ദൈവം കൂട്ടായ്മയാണ്. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈശോ മിശിഹാ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോഴാണ്. ഈശോയാണ് വന്ന് പറഞ്ഞത്, എൻ്റെ പിതാവ് സ്നേഹമാണ്, എൻ്റെ പിതാവ് സ്നേഹപിതാവാണ്, എൻ്റെ പിതാവെല്ലാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഇല്ലേ? ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ പിതാവ് മറ്റൊരു സഹായകനെ, അതായത് ഈശോയെ പോലെയുള്ള ഒരു സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. പാറക്ലേത്തോസ്, അതായത് പരിശുദ്ധാത്മാവിനെ അയക്കും. ഇങ്ങനെ ഈശോ പഠിപ്പിച്ചപ്പോഴാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി ഈ ദൈവത്തിൻ്റെ ഏകത്വം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതായത് ഈശോ ഇപ്രകാരം സത്യം സത്യമായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ ആദിമസഭ അതിൻ്റെ ഏറ്റവും തീവ്രമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയത് ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ. യഹൂദരുമായി ഒരു പ്രശ്നവും ക്രിസ്തുമതത്തിനുണ്ടാകുമായിരുന്നില്ല. ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ എന്നും ദൈവത്തിൽ മൂന്നാളുണ്ടെന്നും ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങിയ അന്ന് മുതലാണ് യഹൂദർ ചൂരലെടുത്ത്. അതുവരെയും അവർക്കൊരു പ്രശ്നവുമില്ല. യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ വളരെ ലോഹ്യത്തിലാണ്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, ഇതാ മിശിഹ വന്നു, യേശുവിലാണ് മിശിഹ അവതീർണനായത് എന്നൊക്കെ പറയുന്നതിനോട് അവർക്ക് വലിയ വിരോധമൊന്നുമില്ല. പലരും ഇങ്ങനെ ഇടക്കാലത്ത് മിശിഹ ആയിട്ടൊക്കെ വരാറുണ്ട്. ഏതാ മിശിഹ എന്നുള്ളൊരു സന്നിഗ്ധത അവർക്കുണ്ടെന്നുള്ളതിനപ്പുറത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതോടെ, ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞതോടെയാണ് ആദിമസഭ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയത്. പീഡാനുഭവകാലം കഴിഞ്ഞിട്ടും സഭയിൽ ഈ പ്രതിസന്ധി തീർന്നില്ല. സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കോൺസ്റ്റന്റൈൻ്റെ കാലമെത്തിയപ്പോൾ സഭയിലെ പിടിച്ചുകുലുക്കിയ പാഷണ്ഡത, ആര്യൻ പാഷണ്ഡത രംഗപ്രവേശം ചെയ്തു. എന്താണ് ആര്യൻ പാഷണ്ഡത? പിതാവും പുത്രനും തുല്യ ആരാധനയ്ക്കും മഹത്വത്തിനും അർഹനല്ല എന്ന് ആരിയൂസ് എന്ന് പറഞ്ഞൊരു വൈദികൻ പഠിപ്പിച്ചു. പിതാവിന് തുല്യനല്ല ഒരിക്കലും പുത്രൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം.
ആ വാദം സഭയെ പിടിച്ചു കുലുക്കി. പെട്ടെന്ന് കേട്ടാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് എന്ന് തോന്നിയ ആശയം ആത്യന്തികമായി സഭാഗാത്രത്തെ അങ്ങേയറ്റം പിളർപ്പിൻ്റെ വക്കിലെത്തിച്ചപ്പോൾ ചക്രവർത്തി തന്നെ മുൻകൈയെടുത്ത് മാർപ്പാപ്പായുടെ അനുവാദത്തോടെ സഭയുടെ ആദ്യത്തെ സൂനകദോസ് വിളിച്ചുകൂട്ടി. അവര് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആദ്യമായി പഠിപ്പിച്ചു. അതാണ് നിഖ്യാ സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണം. അതാണ് ഇന്നും നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം. അവിടെ പരിശുദ്ധ ത്രിത്വത്തെ വിശദീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം ഏകനാണ്, എന്നാൽ അവിടുത്തെ ഏകത്വം ത്രിത്വൈക കൂട്ടായ്മയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ത്രിത്വം 3 വ്യത്യസ്ത വ്യക്തികളായിരിക്കുമ്പോൾ തന്നെ സത്താപരമായി ഏകമാണ്. ഇതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ത്രിത്വ വിജ്ഞാനീയം. കത്തോലിക്കാ സഭയുടേത് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം, ആ കാലത്ത് ഒരു സഭയേ ഉണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭകളുടെയും ഗ്രീക്ക് സഭകളുടെയും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും എല്ലാം വിശ്വാസ പൈതൃകമാണിത്. ദൈവം ത്രിത്വമാണ് എന്നുള്ള സത്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ത്രിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതം ആരംഭിക്കുക. മാമോദീസ വെള്ളം തലയിലൊഴിക്കുമ്പോൾ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. ഇതാണ് പറയുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് അതെങ്ങനെയാണ്? ഓർക്കുക, പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ത്രിത്വവിജ്ഞാനീയത്തെ നിഷേധിക്കുന്ന പാഷണ്ഡതകൾ ഉണ്ടായപ്പോഴെല്ലാം സഭ അതിനെ ശക്തിയുക്തം എതിർത്തു. ഉദാഹരണം പറഞ്ഞാൽ ദത്തുപുത്രവാദം. അതായത് ഈ പിതാവായ ദൈവം ഈശോയെ മാമോദീസ വേളയിൽ ദത്തെടുത്തതാണ് എന്ന് പറയുന്ന ഒരു വാദം. സബേള്ളിയനിസം, സബേള്ളിയൂസിൻ്റെ വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ മൊണാർക്കിയനിസം, പിതാവാണ് എല്ലാവർക്കും അധികാരിയായുള്ളവൻ, പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൻ്റെ വീട്ടിലെ വേലക്കാരാണ്, ദാസന്മാരാണ് എന്ന് പറയുന്ന മൊണാർക്കിയനിസമുണ്ട്. അതുപോലെ പാത്രിപസിയാനിസം എന്ന് പറഞ്ഞൊരു പാഷണ്ഡതയുണ്ട്. അതായത് പിതാവാണ് സഹിച്ചത്, പുത്രനല്ല സഹിച്ചത്. യഥാർത്ഥത്തിൽ പിതാവേ ഉള്ളൂ, പിതാവാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത്. പാത്രിപസിയാനിസം. പാത്രി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ, പസിയാനോ എന്ന് പറഞ്ഞാൽ സഹിക്കുക, പാസോ പാസിയോ സഹിക്കുക. അങ്ങനെ പിതാവ് സഹിച്ചു എന്നൊരു വാദമുണ്ട്. അതുപോലെ തന്നെ ആര്യനിസം, അതേക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതായത് പിതാവിനെ എതിർക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തെ എതിർക്കുന്ന എല്ലാ പാഷണ്ഡതകളെയും സഭ കാലാകാലത്ത് എതിർത്തു. 5-ാം നൂറ്റാണ്ടിൽ നെസ്തോറിയൻ പാഷണ്ഡതയോടെയാണ് ഇതിനൊരു അവസാനം വന്നത്. അതായത് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചകളിൽ വിശദമായി കാണുന്നതായിരിക്കും. ഇത്രമേൽ സഭ ശക്തിയുക്തം സംരക്ഷിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്. പരിശുദ്ധ ത്രിത്വമില്ലെങ്കിൽ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലെങ്കിൽ സഭയില്ല, സഭയില്ല എങ്കിൽ വിശ്വാസവുമില്ല. അതുകൊണ്ട് ഏകദൈവം പരിശുദ്ധ ത്രിത്വമാണ് എന്ന വിശ്വാസത്തെ ഏറ്റുപറയാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഓർക്കുക. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളിലൂടെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ചർച്ചകൾ വളരെ ഭാവാത്മകമായിരുന്നു, ക്രിയാത്മകമായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതേ ഗൗരവ ബുദ്ധിയോടുകൂടി ഇന്നേ ദിവസത്തെ ചർച്ചകളിൽ നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ ത്രിത്വവിജ്ഞാനീയത്തെക്കുറിച്ച് ഒരു സമഗ്ര വീക്ഷണം രൂപപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല പ്രേക്ഷകർക്കും സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ചർച്ചയ്ക്കായുള്ള ചോദ്യങ്ങൾ ഈ സമയത്ത് കൂടിയാലോചിച്ച് രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്.
എല്ലാവരും വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ നിങ്ങളുടെ ചർച്ചകളും സംശയങ്ങളെല്ലാം മാന്യ പ്രേക്ഷകർ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിലൂടെ തീർച്ചയായും അത് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ അവർക്ക് വളരെയധികം അവരുടെ സംശയങ്ങൾ പരിഹരിക്കാൻ കാരണമായെന്ന്. തീർച്ചയായും ഇന്നത്തെ ക്ലാസ്സിലും നമ്മുടെ മനസ്സിലുണ്ടായ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? സജി സാർ ചോദിക്കൂ. അച്ഛാ, എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് അവളോട് അവളുടെ അന്യമതസ്ഥയായ സഹപാഠി ഞങ്ങളുടെ ദൈവമാണ് സത്യമായിട്ടുള്ളത്, നിങ്ങളുടെ ദൈവമല്ല, കാരണം ഞങ്ങളുടെ ദൈവത്തിന് അപ്പനും അമ്മയൊന്നുമില്ല, നിങ്ങളുടെ ദൈവത്തിന് അപ്പനും അമ്മയുണ്ട്, ദൈവത്തിന് അപ്പനും അമ്മയും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇങ്ങനെ വന്ന് എൻ്റെ മകൾ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ ആ ചോദ്യത്തിന്, ആ പ്രസ്താവനയ്ക്ക് എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത്? യെസ്, സാർ എന്നതിലും ഉത്തരം കൊടുത്തിട്ട് കാണുമല്ലോ അല്ലേ? ഇല്ലേ, അതായത് സാറ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷൂട്ടിങ് വരുന്നുണ്ട്, അന്നേരം ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതാണെങ്കിലും അതൊരു പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. പലയിടത്തുനിന്നും ഉന്നയിക്കുന്നതാണ്. ഈ ത്രിത്വത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായതുകൊണ്ട് എപ്പോഴും ഈ ഒരു വിഷയത്തെ പല മതങ്ങളും ആക്രമിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. അവർക്ക് എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക്, വെളിപാടിൻ്റെ പൂർണ്ണത ലഭിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന രഹസ്യമാണേത്? ത്രിത്വരഹസ്യം. യഹൂദന്മാർക്കും മനസ്സിലായില്ല. യഹൂദര് ഈശോ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവർക്കും തിരിഞ്ഞില്ല. ദൈവത്തിന് മകനോ? അവർ ഈശോയെ എറിയാൻ കല്ലെടുത്തെന്നാവും അല്ലേ? ഏതൊക്കെയാണേലും മകളെ ആരും എറിയാൻ കല്ലെടുത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ യഹൂദന്മാരെക്കാളും ഭേദപ്പെട്ടവരാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ മേലാത്ത കാര്യമായതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുക. ദൈവത്തിന് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഈശോയ്ക്ക് അപ്പനും അമ്മയുണ്ട്, അതുകൊണ്ട് ഈശോ ദൈവമല്ല എന്നാണ് ഈ പറയുന്ന വാദത്തിൻ്റെ ആത്യന്തിക അർത്ഥം. വാസ്തവത്തിൽ ഈശോയ്ക്ക് അമ്മയുള്ളത് എപ്പോഴാണ്? ഈശോയ്ക്ക് അമ്മയുള്ളത് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം, മനുഷ്യാവതാരം ചെയ്തപ്പോഴാണ് അല്ലേ? ഭൂമിയിൽ ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോഴാണ് ഈശോയ്ക്ക് ഒരമ്മ ഉണ്ടായത്. പക്ഷെ ഈശോയ്ക്ക് നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിക്കുമ്പോൾ അവിടുത്തേക്ക് അമ്മ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇനി അപ്പൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ? അത് അവിടുത്തെ പുത്രത്വത്തിൻ്റെ പ്രത്യേകതയാണ്. പുത്രത്വത്തിൻ്റെ പ്രത്യേകതയാണ്. പുത്രനാകണമെങ്കിൽ ആരുണ്ടാകണം? അപ്പനുണ്ടാകണം. പിതാവ് പിതാവാകുന്ന എപ്പോഴാണ്? പുത്രനുണ്ടാകുമ്പോൾ. അതുകൊണ്ട് ഇത് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈശോ എപ്പോഴോ ജനിച്ച ഒരു മകൻ മാത്രമായിരുന്നു എന്ന അർത്ഥത്തിൽ അതിനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക. ആ നിത്യതയിൽ, അനാദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം വിശ്വസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അപ്രസക്തമാകും. അവർ പുത്രൻ പിന്നീട് എപ്പോഴേലും ഉണ്ടായതാണെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം പ്രസക്തമാണ്. അല്ല, നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ദൈവമായിരിക്കുന്നത് അനാദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പനുണ്ടോ അമ്മയുണ്ടോ, ജനിച്ചവനല്ലേ തുടങ്ങിയ വിഷയങ്ങൾ അപ്രസക്തമാണ് ത്രിത്വൈക രഹസ്യത്തിൽ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്രകാരം കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ശരി അച്ഛാ. സജി സാറിന് തീർച്ചയായും അത് കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇനി ആരാണ് അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ ചെമ്മന്തൊട്ടി സൺഡേ സ്കൂളിൽ നിന്ന് ജോയ് സാറാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പിതാവായ ദൈവമാണ്. അപ്പോൾ ഈ പിതാവായ ദൈവം മാത്രമല്ലേ യഥാർത്ഥത്തിൽ ദൈവം എന്ന് വിളിക്കാൻ അർഹതയുള്ള ആളുള്ളൂ. ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തുവിനെ ദൈവം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ലേ പരിശുദ്ധ ത്രിത്വം എന്ന ആശയം രൂപപ്പെടുത്തിയെടുത്തതും
ആ ഐഡിയ ഇവിടെ കൊണ്ടുവന്നതും. അച്ഛന് അതേപ്പറ്റി എന്താണ് വിശദീകരിക്കാനുള്ളത്? സാറ് ഈ പറഞ്ഞ ആശയമുണ്ടല്ലോ, ചില്ലറക്കാരൊന്നും പറഞ്ഞ ആശയമല്ല. ജർമ്മൻകാരനായ റുഡോൾഫ് ബുൾട്ട്മാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഹോം ക്രിറ്റിസിസം, നിയോ പ്രൊട്ടസ്റ്റൻ്റ് ലിബറലിസം എന്ന് പറഞ്ഞൊരു സ്കൂളുകാരുണ്ട്. അവർ ഉന്നയിക്കുന്ന ആശയമാണ് സാറ് പറഞ്ഞത്. ചില്ലറയല്ല. സാറ് ചില്ലറക്കാരനല്ല അല്ലേ? യെസ്. ബുൾട്ട്മാനെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ സാറ്? ഏതാണേലും ശരി, സാറിൻ്റെ ഈ ചോദ്യം വളരെ ഗഹനമായൊരു ചോദ്യം. പലരും ചോദിക്കാറുണ്ട്. ഇത് പിതാവായ ദൈവം, ഈശോ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഈശോയെ ദൈവമാക്കിയെടുക്കേണ്ടത് കുറേ പേരുടെ ആവശ്യമായതുകൊണ്ട് അവർ ദൈവത്തിൽ 3 ആളുണ്ടെന്ന് പറഞ്ഞു. അതിലൊരാളാണ് ഈശോ മിശിഹ എന്ന് പറഞ്ഞു തുടങ്ങി. ഇതിൻ്റെ ഭാഗികമായ ഉത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. നിത്യതയിൽ അവിടുന്ന് പിതാവുമായി ഒന്നായിരുന്നു എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം മുതലേ നമുക്ക് സൂചനകളുണ്ട് അല്ലേ? പിതാവിൽ നിന്ന് ജനിക്കുന്ന പുത്രനെ കുറിച്ച്, ആ പുത്രൻ ലോകത്തിൻ്റെ രക്ഷ നടത്തുന്നതിനെ കുറിച്ച് ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തതാണ്. സ്ത്രീയിൽ നിന്ന് പിറക്കുന്നവൻ സാത്താൻ്റെ തല തകർക്കും എന്ന വാഗ്ദാനം. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായ പുത്രൻ്റെ വരവ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിക്കപ്പെട്ടതാണ്. ഈശോ തന്നെ വെളിപ്പെടുത്തിയല്ലോ, ഞാനും പിതാവും ഒന്നാണ് എന്ന് അല്ലേ? വാസ്തവത്തിൽ ആദിമസഭയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനോ അവതരിപ്പിച്ച് വിജയിപ്പിക്കാനോ കഴിയുന്ന ഒരു വിഷയമേ ആയിരുന്നില്ല ഈ യേശു ദൈവമാണെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ആദിമ അപ്പസ്തോലന്മാർ 12 പേരും ആരാ? യഹൂദന്മാരാണ്. ഈ യഹൂദന്മാർക്ക് ഒരിക്കലും ദഹിക്കാത്ത വിഷയമാണ് ഏത്? ദൈവത്തിനൊരു മകനുണ്ടായി എന്ന് പറയുന്നത്. ഏക ദൈവത്തിന് മകനുണ്ടാവുക എന്ന് പറയുന്ന ആ വിശ്വാസത്തെ അവതരിപ്പിക്കാനോ അത് പറഞ്ഞു പിടിപ്പിക്കാനോ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. അപ്പസ്തോലന്മാർ ചുമ്മാ നിരന്ന് നിന്ന് തല്ലുകൊണ്ടത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാ സിനഗോഗിൽ അല്ലേ? എങ്ങനെയാണ് ദൈവത്തിന് മകനുണ്ടായത്? അറിയാൻ പാടില്ല. ചുമ്മാ തല്ലുകൊള്ളാനേ ഇവർക്ക് പറ്റുള്ളൂ. പിന്നീട് ഇവരുടെ കൂട്ടത്തിലെ ഉജ്ജ്വല ജ്ഞാനിയായ സാക്ഷാൽ പൗലോസ് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി കഴിഞ്ഞ പിന്നെയാണ് ഇതിന് തൃപ്തികരമായൊരു ഉത്തരം പറയാൻ പോലും ഈ പാവങ്ങളെ കൊണ്ട് കഴിഞ്ഞത്. പൗലോസ് ഗമാലിയേലിൻ്റെ കീഴിൽ നിയമം പഠിച്ച് ബിരുദം നേടിയവന്, ഓക്സ്ഫോർഡിൽ പോയി ഡബിൾ ഡോക്ടറേറ്റ് എടുത്ത് വന്നവൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഗമാലിയേലിൻ്റെ കീഴിൽ ബിരുദം നേടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള പൗലോസ് അപ്പസ്തോലനാണ് പറഞ്ഞത് ദൈവം ത്രിത്വമാണ്. പൗലോസാണ് ആദ്യമായിട്ട് ധൈര്യമായിട്ട് ആ വചനം പറഞ്ഞത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രിയപ്പെട്ട ഗലാത്യക്കാരെ നിങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ എന്നൊക്കെ പൗലോസ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ത്രിത്വം എന്നുള്ളതിനെ സാവകാശം ക്രൈസ്തവ സഭയ്ക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. മനസ്സിലാവുന്നു? അല്ലാണ്ട് ഈശോയെ ദൈവമാക്കാൻ വേണ്ടി ഇവര് ഇത് പറയുകയല്ല ചെയ്തത്. ഈശോ ദൈവമാണ് എന്ന സത്യത്തെ എങ്ങനെ ദൈവത്തിൻ്റെ ഏകത്വം എന്ന വിശ്വാസത്തെ ഹനിക്കാതെ അവതരിപ്പിക്കാൻ പറ്റും എന്ന വഴി കാണാതെ ചുമ്മാ തല്ലുകൊണ്ട ഒരു സഭയെയാണ് നമ്മൾ നടപടി പുസ്തകത്തിൽ കാണുന്നത് എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് ഈശോ സത്യമായും ദൈവമായിരുന്നു എന്ന ബോധ്യമില്ലായിരുന്നു എങ്കിൽ, അത് ഈശോ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ശിഷ്യന്മാർ ഒരിക്കലും അപ്രകാരം ഒരു നടപടിക്ക് മുതിരുമായിരുന്നില്ല. കാരണം ആ ഒരു നടപടിയാണ് ആദ്യ നൂറ്റാണ്ടിൽ സഭ അനുഭവിക്കേണ്ടി വന്ന മതമർദ്ദനത്തിന് മുഴുവനും കാരണമായി തീർന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. അപ്പസ്തോലന്മാരെല്ലാം ജീവൻ കൊടുത്ത് സാക്ഷ്യപ്പെടുത്താൻ തക്ക പ്രാധാന്യമുള്ള വിശ്വാസമായി യേശുവിൻ്റെ ദൈവപുത്രത്വം അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ ബുൾട്ട്മാൻ പറഞ്ഞതുപോലെ അല്ല, അതിന് ഘടകവിരുദ്ധമായിട്ടാണ് കാര്യം. യേശു ദൈവപുത്രനാണ് എന്ന സത്യം യേശു തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് ആ സത്യത്തെ ബലി കൊടുക്കാൻ അപ്പസ്തോലന്മാർ വിസമ്മതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു അച്ഛാ. ജോയ് സാറിന് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബുൾട്ട്മാനെ പഠിക്കാൻ ജോയ് സാറിന് ഒരു താല്പര്യം തീർച്ചയായിട്ടും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.
ഇനി ആരാണ് ഇനി സംശയങ്ങൾ ചോദിക്കുന്നത്? നമ്മുടെ ചെമ്പന്തൊട്ടി സൺഡേ സ്കൂളിലെ ജോണി സാറാണ്. ജോണി സാർ ചോദിക്കൂ. അച്ചോ, പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യസ്ഥാനമാണല്ലോ ഉള്ളത്. എന്നാൽ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ആദ്യം ഏറ്റു ചെല്ലുന്നു. പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവിനും പുത്രനും എന്നതുപോലെ പരിശുദ്ധാത്മാവിന് എന്താണ് വിശ്വാസ പ്രമാണത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കാതെ അവസാന ഭാഗത്തേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അച്ഛനെന്ന് വിശദീകരിച്ചാലും. യെസ്, ജോണി സാറ് പരിശുദ്ധാത്മാവിനോടുള്ള വലിയ സഹതാപം രേഖപ്പെടുത്തിയതിൽ പ്രത്യേകം നന്ദി. പരിശുദ്ധാരൂപിയെ സാറ് പറഞ്ഞത് ശരിയാണ്. എല്ലാവരും പിതാവായ ദൈവമേ എൻ്റെ ഈശോയെ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ഇപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ വന്നേ പിന്നെ കുറേ പേര് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുകയും പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാർപ്പാപ്പമാർ പറഞ്ഞിട്ടുണ്ട്, 12-ാം പിയൂസ് മാർപ്പാപ്പായും പോളാറാമൻ പാപ്പായും ഒക്കെ പലപ്പോഴും പറയുന്നൊരു പദമായിരുന്നു പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ അറിയപ്പെടാത്ത ദൈവമാണ്. അല്ലേ? ആരും വിളിക്കുന്നുമില്ല, അപേക്ഷിക്കുന്നുമില്ല. ആർക്കും അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് വലിയ പിടിപാടുമില്ല. ഈശോയോടുള്ള അടുപ്പം പലർക്കും പരിശുദ്ധാത്മാവിനോട് ഇല്ല. അല്ലേ? അതുമായി ബന്ധപ്പെട്ടതാണ് സാറിൻ്റെ ചോദ്യം. വിശ്വാസ പ്രമാണത്തിൽ ഇതെങ്ങനെ ഈ പരിശുദ്ധാത്മാവ് ഇത്രയും പുറകിൽ പോയത് എന്തുകൊണ്ടാണ്? അല്ലേ? പീലാത്തോസിൻ്റെ കാര്യം വരെ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം വരുന്നത്. വാസ്തവത്തിൽ എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ഒട്ടും കുറച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ 12 വിശ്വാസ സത്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. 12 വിശ്വാസ സത്യങ്ങളിൽ പറയുന്ന എന്താണ്? പിതാവ്, പുത്രൻ. ആ പുത്രനെ കുറിച്ചുള്ളതാണ് 2 മുതൽ 7 വരെയുള്ള സത്യങ്ങൾ. അല്ലേ? അതുകൊണ്ട് അത് പുത്രനുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. 8ാമത് എന്ത് പറഞ്ഞു? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വിശ്വാസ പ്രമാണം കൃത്യമായ ഓർഡറാണ് സൂക്ഷിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തിരുസഭ, നിത്യജീവൻ. അതുകൊണ്ട് പരിശുദ്ധാരൂപിയെ ഒരു വിധത്തിൽ ഒതുക്കുകയോ അവഗണിക്കുകയോ പിന്നോട്ട് മാറ്റുകയോ ചെയ്തിട്ടില്ല. പിതാവായ ദൈവം, പുത്രനായ ദൈവം, ആ പുത്രൻ തമ്പുരാന്റെ ക്രിസ്തു രഹസ്യം, തുടർന്ന് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആ ഓർഡർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പരിശുദ്ധാരൂപിക്ക് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ് വിശ്വാസ പ്രമാണത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിലും ത്രിത്വൈക ദൈവത്തിൽ എന്നെ ആദ്യം പരിഗണിച്ചില്ല എന്നുള്ള പരാതി ഒരിക്കലും ഉയരാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിയും. താങ്ക് യു ഫാദർ. അച്ഛൻ്റെ ഉത്തരം വളരെ നല്ലതായിരുന്നു. ബീന ടീച്ചർ കുറേ നേരമായി തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് അച്ഛൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ. ടീച്ചർ എന്തായിരുന്നു ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാനും സാറ് പറഞ്ഞ ക്വസ്റ്റിനോട് ഏകദേശം സാമ്യമുണ്ട്. എനിക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ട്. പിതാവിൽ നിന്നാണ് പുത്രൻ ജനിച്ചത്, പുത്രനായ ഈശോ മിശിഹ ജനിച്ചത്. അപ്പോൾ പിതാവിന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യമില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു പ്രായത്തിൻ്റെ കാര്യത്തിലെങ്കിലും പിതാവിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ടോ എന്നെനിക്കൊരു സംശയം. യെസ്, ബീന ടീച്ചറിൻ്റെ ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. എൻ്റെ അപ്പന് എന്നെക്കാളും പ്രാധാന്യം ഇല്ലേന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. പ്രായത്തിൽ എൻ്റെ അപ്പൻ എന്നെക്കാളും സീനിയറാണ്. അത്രയെങ്കിലും വകവെച്ച് കൊടുക്കണ്ടേ? എല്ലാം തുല്യം എന്ന് പറയുമ്പോൾ പ്രായമെങ്കിലും പിതാവിൻ്റെ വകവെച്ച് കൊടുക്കണ്ടേ? അല്ലേ? നമ്മൾ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെയൊക്കെ പടം ചിത്രീകരിക്കുമ്പം കാണാം, പിതാവായ ദൈവത്തെ ഇങ്ങനെ താടിയും മീശയൊക്കെ നീട്ടി നരപ്പിച്ച് ഒരു 250 വയസ്സുള്ള അപ്പാപ്പനായിട്ടും, അതുപോലെ പുത്രൻ തമ്പുരാനെ ആണെങ്കിൽ നല്ല മിടുക്കൻ ചെറുപ്പക്കാരനായിട്ട്, പരിശുദ്ധാരൂപിയാണെങ്കിൽ ഒരു ഇളം പ്രാവായിട്ടൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഈ പ്രായസങ്കല്പം ഈ ചിത്രീകരണങ്ങളിൽ തന്നെയുണ്ട്. റൂബ്ലേവിൻ്റെ പ്രസിദ്ധമായ ത്രിത്വ പെയിൻറ്റിംഗ് ഉണ്ട്. അതിൽ ഇങ്ങനെ വലിയ പ്രായവ്യത്യാസം കാണിക്കാതെയാണ് ത്രിത്വത്തെ അവതരിപ്പിക്കുന്നത്. അതൊഴികെ ത്രിത്വത്തെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാ പെയിൻറ്റിങ്ങും ഈ പ്രായം കാണിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ടീച്ചർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗികമായ ഉത്തരം മുമ്പൊരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു അപ്പൻ ടീച്ചറിന് എൻ്റെ മൂത്ത കൊച്ച് ആണാണോ പെണ്ണാണ്? ആണാണ് അല്ലേ? 19 വയസ്സുണ്ട് അല്ലേ? ടീച്ചറിന്റെ മൂത്ത മകൻ, അവന്റെ പേരെന്നാ?
അജയ്. അജയ്ക്കും ടീച്ചർ എന്ന അമ്മയ്ക്കും തുല്യ പ്രായമാണ് അല്ലേ? അല്ല, എന്ന് പറഞ്ഞാല് അജയ് ജനിച്ചപ്പോഴാണ് ടീച്ചർ അമ്മയായത്. അതെ അല്ലേ? അതെ അതായത് ടീച്ചറിലെ മാതൃത്വത്തിനും അജയ്ക്കും തുല്യ പ്രായമാണ്. അതെ ശരിയല്ലേ? അതെ ശരിയാണ്. അതായത് അജയ് ഇല്ലായിരുന്നെങ്കിൽ ടീച്ചർ അമ്മയല്ല. അമ്മയാകില്ല. ടീച്ചറിനെ ആരും അമ്മയെന്ന് വിളിക്കാനും പോകുന്നില്ല. ഇല്ല അല്ലേ? ഇല്ല. അതായത് അപ്പൊ നിങ്ങൾ നോക്കിയേ, പിതാവായത് എപ്പോഴാണ്? പുത്രൻ ജനിച്ചപ്പോഴേ ഉള്ളൂ. അതെ. പുത്രൻ ജനിക്കുന്നില്ല എങ്കിൽ പിതാവ് പിതാവാണോ? ആകില്ല. അല്ല. പിതാവിൽ നിന്ന് ജനിച്ചില്ലെങ്കിൽ പുത്രനാണോ? അല്ല. അല്ല. അതായത് പുത്രൻ എപ്പോഴുണ്ടായി എന്ന് ചോദിച്ചാൽ പിതാവ് എപ്പോൾ പിതാവായോ അപ്പോഴാണ് പുത്രനുണ്ടായത്. അതായത് പിതൃത്വവും പുത്രത്വവും ഒരേ സമയത്ത് സംഭവിക്കുന്ന സത്യമാണ്. ആ സമയം ഏതാണ്? സമയങ്ങൾക്ക് അതീതമായ അനാദിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവ് പുത്രൻ എന്നുള്ള ആ വ്യതിരിക്തത പ്രായത്തിൻ്റെ സീനിയോറിറ്റിയിൽ പോലും വ്യത്യാസമില്ലാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. താങ്ക് യു ഫാദർ. തീർച്ചയായും ഇനി ബീന ടീച്ചർ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ജൂനിയർ ആണെന്നും പിതാവ് സൂപ്പർ സീനിയർ ആണെന്നും പറയത്തില്ല. ഇടയ്ക്ക് സീനിയറായിട്ട് പുത്രൻ ഉണ്ടാവില്ല. ടീച്ചറിന് മനസ്സിലായി തീർച്ചയായും അല്ലേ? കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇത് വളരെ സംശയം ഉണ്ടാവും തീർച്ചയായും. അച്ഛാ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ സമയം ഏറെക്കുറെ ഇവിടെ പൂർത്തിയാവുകയാണ്. വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ചർച്ചകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടു അല്ലേ? തീർച്ചയായും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി അറിയിക്കാവുന്നതാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എഴുതേണ്ട വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേ വിഷയവുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.